ഈ ജീവിതത്തിൽ അർത്ഥം പകരുന്നത് ഈശ്വര വിശ്വാസമാണ്, ദൈവവിശ്വാസം. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് ആൻഡ് വിച്ച് ഹാസ് നോ മീനിങ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് കറക്റ്റാണ്. ഇഫ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി കൊടുക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം, ഉറച്ച വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദാനമാണ്. അതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛനായാൽ, മെത്രാനായാൽ, സമർപ്പിതരായാൽ വിശ്വാസം അങ്ങനെ സെമിനാരി പരിശീലനത്തോട് കിട്ടുന്നു. അങ്ങനെ ഇല്ല. കാര്യങ്ങൾ അറിയും തോറും അത് അനുഭവവേദ്യമാകാൻ അവസരമുണ്ടെന്ന് മാത്രം. പക്ഷെ വിശ്വാസം ഒരു ദാനമാണ്. അത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നതാണ്. വിശ്വാസം ഒരു ദാനമാണ്, മറക്കരുത്. വിശ്വാസമില്ലാതെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയ ഒരു വൈദികനെ എനിക്കറിയാം. ആ വൈദികനായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ശരിക്കും. സെമിനാരി പരിശീലന കാലഘട്ടം ഇങ്ങനെ കടന്നു പോയി, കടക്കുമ്പോണം കടന്ന് അച്ഛനായി വന്നു. അദ്ദേഹം പള്ളിയിൽ വന്ന് പറഞ്ഞൊരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കണോ? ഉയർപ്പ് തിരുനാളിൻ്റെ അവസരത്തിൽ പറഞ്ഞ പ്രസംഗമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോ ഉത്ഥാനം ചെയ്തെന്നാണല്ലോ നമ്മുടെ വെപ്പ് എന്ന്. അപ്പം ആൾക്ക് ബോധ്യമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ആ അച്ഛൻ, ഞാൻ പറഞ്ഞ ഒരു അച്ഛനായതുകൊണ്ട് മാത്രം വിശ്വാസം ഉണ്ടാവണമെന്നില്ല എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാ. അച്ഛൻ തന്നെ പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, നന്മ ചെയ്തവർക്ക് മരണശേഷം സ്വർഗം കിട്ടും, തിന്മ ചെയ്തവർക്ക് മരണശേഷം നരകം കിട്ടും. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഈ കൊച്ചച്ഛനെ കുറ്റം പറയരുതെന്ന്. അവിടെ കണ്ടില്ലെങ്കിൽ. ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല. ആള് പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയി. വിശ്വാസം ഒരു ദാനമാണ്. അത് പഠിച്ചുകൊണ്ടൊന്നും കിട്ടില്ല. ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്. ഈ സഭയിൽ നിങ്ങളുടെ വിചാരം, സഭയിൽ ആരാ ഏറ്റവും വലിയ റോള്? മാർപ്പാപ്പയാണോ? സഭയിലെ സ്ഥാനം അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ആരാണ് യേശുവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടിരിക്കുക, ആ വ്യക്തിക്കാണ് സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം. ചിലപ്പോൾ ഒരു അമ്മാമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു അപ്പാപ്പനായിരിക്കാം, ചിലപ്പോൾ ഒരു ചേട്ടനായിരിക്കാം, ചിലപ്പോൾ ഒരു യുവാവായിരിക്കാം, ചിലപ്പോൾ മാർപ്പാപ്പയായിരിക്കാം, ചിലപ്പോൾ ഒരു മെത്രാനായിരിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. ആരാണ് യേശുവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടിരിക്കുക, അവൻ്റെ സ്ഥാനമാണ് ഏറ്റവും വലുത്. മറ്റുള്ളതൊക്കെ ശുശ്രൂഷ തലമാണ്. മാർപ്പാപ്പയുടെ ആണെങ്കിലും മെത്രാൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും അതൊക്കെ ശുശ്രൂഷ തലങ്ങളാണ്, സ്ഥാനമാനങ്ങളല്ല. അതുകൊണ്ട് വിശ്വാസം എന്ന ദാനം അത് ലഭിക്കാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നോക്ക്, ആ സ്ത്രീ, രക്തസ്രാവക്കാരെ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിച്ച് തൊട്ടപ്പോൾ അവളുടെ വിശ്വാസമായിരുന്നു. അതാണ് വിശ്വാസം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു, പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ വിശ്വാസം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഷെയർ ചെയ്യാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഫാദറുടെ ഫാദർ ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദിയായിരുന്നു. ഞാൻ അച്ഛനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വീടുകളിലെ ആൾക്കാരൊക്കെ പറയും, അച്ഛൻ ഇങ്ങോട്ട് വന്നേൻ, ഇവിടെ നിന്ന് ഇരുന്നേൻ, ഇന്ന ആളുടെ മകൻ്റെ മകനല്ലേ, അച്ഛനായിട്ട് ഉടുപ്പിട്ട് നടക്കുന്നത് കാണട്ടെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ മുണ്ടശ്ശേരിയൊക്കെ ഒരുമിച്ച് യുക്തിവാദികളുടെ പ്രസംഗത്തിനൊക്കെ പോയിരുന്ന ആളാണ്. പക്ഷേ ഒരു പകുതി പ്രായം കഴിഞ്ഞപ്പോൾ പിന്നെ ഉറച്ച വിശ്വാസിയായി മാറിയെന്ന് മാത്രമല്ല, വീടുകൾ കയറിയിറങ്ങി കുർബാനയ്ക്ക് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിയായിട്ട് മാറി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ യുക്തിവാദി ചിന്തകളൊക്കെ വന്ന് മനസ്സിന് നിറഞ്ഞെങ്കിലും പിന്നീട് ഉറച്ച വിശ്വാസിയായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഞാനും സെമിനാരി പഠിക്കുമ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഈ കുറേ നിരീശ്വരവാദി പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഫിലോസഫി കാലഘട്ടത്തിൽ
ദൈവം ഉണ്ടോ ആ ഒരു സംശയം എനിക്കും. ആ ചെറുപ്രായത്തിൽ, അനുഭവമൊന്നുമില്ലാത്ത പക്വതയില്ലാത്ത പ്രായത്തിൽ, ഞാനന്ന് സ്പിരിച്വൽ ഫാദറായിരുന്ന മാത്യു മങ്കൊഴിക്കരച്ഛൻ്റെ മുറിയിൽ നിന്ന് മുട്ടി. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആധ്യാത്മിക ഗുരുവിനോട് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെന്ന് മുട്ടി വാതിൽക്ക്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, താടിയൊക്കെ തടവിക്കൊണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു, അച്ചോ ഒരു സംശയം. പറയൂ മോനെ, പറയൂ, എന്താണ് സംശയം? ഞാൻ പറഞ്ഞു, ദൈവം ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കും മോനെ, പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം ഉണ്ടോ എന്ന് സംശയമുള്ള ആരോട് പ്രാർത്ഥിക്കണം? പിന്നെ അന്നത്തെ ആ ബാലിശമായ ചിന്തയിൽ വിശ്വാസം ഒരു ദാനമാണെന്നും അത് പ്രാർത്ഥനയോട് ലഭിക്കുന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവൊന്നുമില്ലാത്ത പ്രായത്തിൽ കുറേ നിരീശ്വരവാദി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടാണ് ഞാനന്ന് അച്ഛൻ്റെ അടുത്ത് പോയത്. അതൊക്കെ മണ്ടത്തരാം എന്ന് പറഞ്ഞൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം, ഉറച്ച വിശ്വാസം ഉണ്ടാകാനായിട്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി പറഞ്ഞു. ഈ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ രൂപതയിൽ, ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, കോവിഡ് കാലമാണ്, പള്ളിയിൽ പോകാനുള്ള അവസരമൊന്നും ഇല്ലല്ലോ. അവിടെ 2 യുവാക്കളുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെന്നു. നല്ല ട്രഡീഷണൽ ഫാമിലിയാണ്, കേരളത്തിൽ നിന്നുള്ള നല്ല ട്രഡീഷണൽ ഫാമിലിയാണ് ചെന്നൈയിൽ താമസിക്കുന്ന കുടുംബം. ആ 2 യൂത്ത് മുറി കയറി വാതിലടച്ചിട്ടിരിക്കുക. ബിഷപ്പ് അവർ വീട്ടിൽ ചെന്നു. ഞാൻ നോക്കുന്നുണ്ട്. എന്നെ പാർലറിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ചേട്ടനും ചേച്ചിയും മാറി മാറിപ്പോയി ആ വാതിലും ഇടിക്കുന്നുണ്ട്. എടാ പുറത്തേക്ക് വാടാ, ബിഷപ്പ് വന്നു, എടാ പുറത്തേക്ക് വാടാ, ബിഷപ്പ് വന്നു, ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. എന്ത് ചെയ്താൽ ഈ യൂത്ത് പുറത്തേക്ക് വരുന്നില്ല? ഞാൻ വിചാരിച്ചു, എന്നൊരു കാര്യം ചെയ്യാം, ഇവർ പുറത്തേക്ക് വരാൻ ഞാനും പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചു. കേരളത്തിൽ അത്ര അധികം പ്രവർത്തനങ്ങൾ, ടൈം ഷെഡ്യൂൾ അവിടെ ഇല്ല, നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തുന്നാൽ ഇവിടെ തന്നെ ഇരിക്കുക, രണ്ടാലും തീരുമാനമാക്കിയിട്ട് പോകുള്ളൂ, ഇവർ പുറത്തു വരില്ല നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇരിക്കുക. അവർക്കാണെങ്കിൽ പിള്ളേരെ അവിടെ എന്തോ കളിച്ചിരിക്കുക, ടാഡോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. ഇവർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ നിർത്തിയില്ല, ഞാനവിടെ ഇരിക്കുന്ന കാരണം. അവസാനം ഗതി മുട്ടിയപ്പോൾ ഒരു യുവാവ് പുറത്തിറങ്ങി വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു, ബിഷപ്പ്, I am sorry for not coming. I don't believe in God. That is the reason why I didn't come. അങ്ങോട്ട് പോയി. രണ്ടാമത്തെ വന്ന് പറഞ്ഞു, സോറി ബിഷപ്പ്, ഐ ഓൾസോ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾക്കറിയാവോ, നല്ല ട്രഡീഷണൽ കാത്തലിക് ഫാമിലിയിലത്തെ 2 യൂത്താണ്, എന്നും പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അവർ ഈ കോവിഡ് കാലത്തിരുന്നു കൊണ്ട് ഈ വാട്സപ്പിൽ, മൊബൈലിലൂടെ ഓരോ നിരീശ്വരവാദി ചിന്തകൾ ഇങ്ങനെ വായിച്ച് കേട്ട് അവരുടെ മനസ്സ് തിരിഞ്ഞു. അപക്വമായ ചിന്തയിൽ അവരതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ മനസ്സ് തിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് വന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ വീട്ടുകാർക്ക് ആകെ പ്രയാസമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി നിരീശ്വരവാദ ചിന്തകൾ പങ്കുവെക്കുന്ന മീഡിയകൾ ഇന്നുണ്ട്. അതിൽ നമ്മുടെ യുവാക്കൾ അറിയാതെ കുടുങ്ങിപ്പോകുന്നുണ്ട്, പുറത്തറിയില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണം, ഈശ്വര വിശ്വാസത്തിൽ വളർത്താനും അതുപോലെ ഇങ്ങനെയുള്ള തെറ്റായ പഠനങ്ങൾ മക്കളുടെ ഉള്ളിൽ കയറാതിരിക്കാനുള്ള തടയിടാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശ്വാസം ഒരു ദാനമാണ്, പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മക്കളെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. വി ഷുഡ് ബി അലേർട്ട്.